ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമായിരുന്നു. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പത്രസമ്മേളനമൊക്കെ നമുക്ക് എല്ലാവരും ബീഹാറിൽ ഇത് ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വോട്ടെണ്ണൽ തീരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ വോട്ടെണ്ണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം ഇടം മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് BJP-യുടെ ഉറപ്പിക്കലാണോ? ഇപ്പോൾ ഇന്ത്യയെ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി തന്നെ മോദി സർക്കാർ വീണ്ടും ഉറപ്പിക്കുന്നതെന്നാണോ ബീഹാറിൽ കണ്ടുവരുന്നത്? അത് BJP-യുടെ B ടീമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആനുകൂല്യം ഉപയോഗിച്ച് അവരെ മുൻനിർത്തി നടത്തിയ ഒരു വലിയ നാടകത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ BJP ബീഹാറിൽ കൈക്കൊണ്ടിരിക്കുന്നത്, നേടിയെടുത്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് 2 പതിറ്റാണ്ട് കാലം ബീഹാറിനെ ഭരിച്ചു മുടിച്ച ആളാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ആൾ. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളടക്കം നാഷണൽ മീഡിയാസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഈ ശൗചാലയങ്ങളടക്കം ഇല്ലാത്ത നിരവധിയായിട്ടുള്ള വീടുകളുണ്ട്, നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ ബീഹാറിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ പ്രധാന മേഖല എന്ന് പറയുന്നത് പാട്നയാണ്, തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഇപ്പോഴും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ കേരളത്തിലെ മീഡിയകൾ, നാഷണൽ മീഡിയാസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത്രയധികം പ്രതിസന്ധികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവർ ഈ വിജയം നേടിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ സ്ട്രോങ് റൂമിലേക്ക് ഈ പറയുന്ന ബാലറ്റ് പെട്ടികൾ ബാലറ്റ് പെട്ടികൾ വെക്കുന്നതിന് മുന്നോടിയായി, വോട്ടിംഗ് മെഷീനുകൾ വെക്കുന്നതിന് മുന്നോടിയായി തന്നെ പറയുകയാണ്, ഞങ്ങൾ 110 സീറ്റിലും 130 സീറ്റിലും ഒക്കെ വിജയം നേടുമെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന, വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്ന ഇടപെടലുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയാണ്. അല്ല, ഇത്രയും സീറ്റുകൾ കിട്ടുമെന്ന് പറയുമ്പോൾ പോലും അതല്ല തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടികളും പറയുന്ന ഒരു കാര്യമായി മാത്രമാണ് ഇത്രയും നാളെ തള്ളിക്കളഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു റിസൾട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഈ ഒരു സമയത്തിനകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 170-ന് മുകളിൽ സീറ്റുകൾ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി ബാക്കി പാർട്ടികളൊക്കെ അവിടെ അപ്രസക്തമാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ ബീഹാറിൽ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, ഈ സ്ട്രോങ് റൂമിൽ CCTV ക്യാമറകളടക്കം ഓഫ് ആവുന്ന ഒരു സാഹചര്യം കേരളം രാജ്യം ചർച്ച ചെയ്തതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഹരിയാനയിലും സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഹരിയാനയിൽ കർഷക സമരം ഉണ്ടായിരുന്നു, ഗുസ്തി താരങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കൃത്യമായി മറുപടി, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിധിയെഴുതിയ സാഹചര്യത്തിൽ പക്ഷേ ഹരിയാനയിൽ സംഭവിച്ച റിസൾട്ട് മറ്റൊന്നാണ്. സമാന സാഹചര്യം തന്നെയാണ് ഇത്തരത്തിൽ ബീഹാറിലും ഉണ്ടായിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി നടത്തിയ നാടകം തന്നെയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വല്ലാത്ത രീതിയിൽ ഹരിയാന ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടടക്കം നിരവധി ആരോപണങ്ങളല്ല തെളിവുകൾ മുൻനിർത്തിയിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയാതെ പോയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജ്ഞാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും BJP-യുടെ B ടീമാണ്. BJP എല്ലാ സ്ഥാപനങ്ങളെയും, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ, അധികാരത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്, സ്വതന്ത്ര ഏജൻസി എന്നാണ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവരുടെ പ്രവർത്തനം കണ്ടാൽ BJP-യേക്കാൾ വല്ലാത്ത രീതിയിൽ ആവേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യെ വിജയിപ്പിക്കാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏതെല്ലാം ഘട്ടത്തിൽ BJP അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിസന്ധിയിലാവുന്നുണ്ടോ ആ ഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെള്ളപൂശാൻ ഓടി വരുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവാണ്. അപ്പോൾ ഇതിൽ കൂടി തന്നെ വ്യക്തമാണ് എവിടേക്കാണ് ഈ പോക്ക്, എവിടേക്കാണ് ഇതിൻ്റെ സാഹചര്യങ്ങൾ. ഈ 0 നമ്പർ എന്ന് പറയുന്ന വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കം ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീടില്ലാത്ത എത്രയോ മനുഷ്യർ, ജ്ഞാനേഷ് കുമാറിന്റെ വാക്കുകളാണ്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കമ്മീഷണറുടെ വാക്കുകളാണ്, ഈ വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഈ നാട്ടിലുണ്ട്, അവർക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകേണ്ടേ, അവർക്കൊക്കെ ചേർക്കേണ്ടേ, അതിനാണ് 0 കൊടുത്തത്. എന്തിനാണ് ഈ 0 കൊടുത്തതെന്ന് വ്യക്തമാണ്. ഒരു രീതിയിലും അന്വേഷണം നടത്തരുത്, ഒരു രീതിയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകരുത്. പക്ഷേ അത് കൊടുത്ത ആർക്കാണ്? ഈ ഹരിയാനയിലെ അടക്കമുള്ള അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്കാണ് ഈ ഇത്തരത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് 0 നമ്പർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രീതിയിലും ഐഡന്റിഫൈ ചെയ്യരുത് ഈ വോട്ടർ ഏതാണ്, ഇല്ലെങ്കിൽ ഒരു രീതിയിലും വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, തിരിച്ചറിയൽ ഉണ്ടാകരുത്, കൃത്യമായി BJP-യെ സഹായിക്കണം എന്നുള്ള അജണ്ട ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ബീഹാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം അത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് പക്ഷേ എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അടക്കം ഇടപെടൽ, സംസാരം, രീതി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംശയമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഹർഷയോട്, ഈ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം
ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി നൽകാൻ ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അല്ല, മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് പരത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്ന തെളിവുകളെല്ലാം തന്നെയും വ്യാജമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. സ്വാഭാവികമായും അന്നേ ഇവരിതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണോ പറയപ്പെടുന്നത്? ഇനി അങ്ങനെ കണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു വാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം നമുക്കറിയാം, ബീഹാറിൽ BJP തോൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ മോദി സർക്കാർ താഴെ ഇറങ്ങും എന്നുള്ളൊരു ആ ഒരു രീതിയിലായിരുന്നു പല കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ അതെല്ലാം തച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറെ കാലമായി ബീഹാറിൽ പ്രത്യേകിച്ച് നിതീഷ് കുമാർ സർക്കാരുമായി ബന്ധപ്പെട്ടടക്കം വല്ലാത്ത രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് സംശയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ആ ഘട്ടത്തിൽ വീണ്ടും പ്രസക്തി ഏറുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെ പ്രസക്തി ഉണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ കഴിയുന്നില്ല? രാഹുൽ ഗാന്ധി കേവലം ഒരു പത്രസമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമല്ല. വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി നാഷണൽ മീഡിയാസിനോട് സംവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്, രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുമില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഉണ്ടായിരുന്നത്. ഞങ്ങൾ കൃത്യമായി ഫൈറ്റ് നടത്തും, ആ ഫൈറ്റിൽ കൂടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് അമ്പെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നത് അടക്കമുള്ള പരിശോധനകൾ ഇനി വരും മണിക്കൂറുകൾ ഉണ്ടാവേണ്ടതാണ്. അത് പാർട്ടി നേതൃത്വം, ACC നേതൃത്വം അടക്കം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും ഈ പറയുന്ന വോട്ട് അട്ടിമറി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വോട്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും, അത് പ്രസ്താവിക്കാൻ ശ്രമിച്ചാൽ പോലും അതിനെയും വ്യാജമായി കാണുന്ന രീതിയിലേക്കായിരിക്കും ഈ കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായും ഇതിനെ പ്രതിരോധം ഇപ്പോൾ തന്നെ BJP കരുതിയിട്ടുണ്ടാവുമല്ലോ. സർവ്വം വ്യാജമയം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിനെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആയിരിക്കും ചിലപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നാൽ ആദ്യം, ഞാൻ മുൻപ് സൂചിപ്പിച്ചു, കിരൺ റിജിജു ആയിരിക്കും ആദ്യം പ്രതികരണവുമായി രംഗത്ത് വരാൻ സാധ്യതയുള്ളത്. അതിൽ കൂടി തന്നെ ഇവർ തമ്മിലുള്ള അന്തർധാര പാലം വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും സർവ്വം വ്യാജമയം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നോക്കിക്കാണും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പഠനമുണ്ടാകും. ഹരിയാനയിൽ സംഭവിച്ച അട്ടിമറി എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി. സമാന ടാസ്ക് തന്നെ, സമാന ആക്ഷൻ പ്ലാൻ തന്നെയാണ് ഈ ബീഹാറിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വല്ലാത്ത രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. പാട്ന നഗരത്തിന് 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ ജനങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ജനങ്ങൾ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ കൈക്കൊള്ളുന്ന സർക്കാരിനെ അധികാരത്തിലേറ്റും എന്ന് വിശ്വസിക്കാൻ ഒരു ജനാധിപത്യ ബോധ്യമുള്ള രാഷ്ട്രീയത്തെ കൃത്യമായി വീക്ഷിക്കുന്ന ആർക്കും കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് വരും ദിവസങ്ങൾ പഠനവിധേയമാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിരിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യം വല്ലാത്ത രീതിയിൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലാണെങ്കിലും BJPയുടെ ഏക MP ആയിട്ടുള്ള ഈ പറയുന്നത് സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ വിജയം ഇത്തരത്തിലുള്ള ഒരു വോട്ടട്ടിമറിയാണ് എന്നാണ് ഇപ്പോൾ വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യങ്ങളിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? അല്ല, കേരളത്തിൽ ഞാൻ മുൻപ് പറഞ്ഞു, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിജിലന്റ് ആണ്. ഇവിടെ കേരളത്തിൽ SIR അടക്കമുള്ള BJPയുടെ ഈ ആക്ഷൻ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ അടക്കമുണ്ട്. പക്ഷെ അതിനെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നു. അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ പറഞ്ഞു, 18 അടവുകളും പ്രയോഗിച്ചിട്ട് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയാതെ പോയ BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ഒരു എൻട്രി, അതാണ് ഈ SIR കേരളത്തിൽ അതിവേഗം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ SIRന്റെ പ്രോസസ്സ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിജിലന്റ് ആണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് വിജിലന്റ് ആണ്. ഇതിനെതിരെ കൃത്യമായ തരത്തിലുള്ള ബോധവത്കരണ ഇടപെടലുകൾ അത് കോൺഗ്രസ് നേതൃത്വം നടത്തും. ബീഹാറിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല തവണയായിട്ട് അദ്ദേഹം പ്രസ് മീറ്റ് വെച്ചതും മാധ്യമങ്ങളെ കണ്ടതൊക്കെ കണ്ടിരുന്നു. ഇതെല്ലാം തന്നെയും ഇനി ഈ ഒരു തോൽവിയുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ? കോൺഗ്രസിനെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി ഒരു ഫൈറ്ററാണ്, ഒരു പോരാളിയാണ്. അത് കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്ന് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഏതെല്ലാം ശ്രമങ്ങൾ ഏതറ്റം വരെ പോയാലും അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും
രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പോരാടും. ആ പോരാട്ടത്തിനൊടുവിൽ ഒരു വിജയം കൈക്കൊള്ളും. എല്ലാ കാലഘട്ടത്തിലും ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ നാഗ്പൂർ RSS ആസ്ഥാനത്ത് നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അജണ്ടയോടുകൂടി നടപ്പാക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രീതി, ഇത്തരത്തിലുള്ള അജണ്ടകൾ അത് എല്ലാ കാലഘട്ടത്തിലും വിലപോകില്ല. എന്ത് നഷ്ടം സംഭവിച്ചാലും എന്ത് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് ജനങ്ങൾ വിജയിക്കുന്നത് വരെ ഒരു പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി തയ്യാറാണ്. രാഹുൽ ഗാന്ധി വീണ്ടും അതിശക്തമായി മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതിനെ പറ്റി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനോടകം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, RJD പ്രവർത്തകർ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനുകൾ അടക്കം പുറത്തു കൊണ്ടുവന്ന് തടയുന്ന അടക്കമുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണ്. തെളിവുകൾ നമുക്ക് മുന്നിലൂടെ ഉണ്ട്, തെളിവുകൾ സംസാരിക്കുകയാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ മൗനം നടിക്കുന്നു, മൗനം ഭജിക്കുന്നു എന്നുള്ളത്, മൗനി ബാബയായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതിനെതിരെ വലിയ നിയമ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്, രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം ഇന്ത്യ സഖ്യം ഏറ്റെടുക്കും.